ഇന്നത്തെ വീഡിയോ പരിചയപ്പെടുത്തുന്ന ഒരു പെർഫ്യൂം ഓയിലാണ് കേട്ടോ. കയാലി എന്ന് പറയുന്ന പെർഫ്യൂം ഓയിൽ. ഇതൊരു വുമൺ ഫ്രാഗ്രൻസ് ആയിക്കാണ്ട് നമുക്ക് ഇതിനെ ജസ്റ്റ് പരിചയപ്പെടുത്താൻ പറ്റുക. ഇതൊരു ഇമ്പോർട്ടഡ് ബ്രാൻഡ് പെർഫ്യൂം ആണ്. പക്ഷെ ഇതിന്റെ ഓയിലാണ് നമ്മളെ കയ്യിലുള്ളത്. ഇതാ ഓയിൽ 3 ml 150 റുപ്പീസാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. ലൈറ്റ് സ്മെല്ലാട്ടോ. മീൻസ് പിന്നെ ടോട്ടലി വരുന്നത് ഒരു ഫ്ലോറൽ നോട്ട്സ് ആണ്. നമ്മൾ ഇന്നലെ പരിചയപ്പെടുത്തിയത് ഒരു ഫ്ലോറൽ നോട്ട്സും ലേഡീസ് ഫ്രാഗ്രൻസും ആണ്. ഇന്നും അത് തന്നെയാണ്. ഞാൻ ഇനി കുറച്ച് ദിവസത്തേക്ക് നമ്മൾ ആലോചിക്കുന്നത് ഒരുപാട് മീൻസ് പുതിയതായിട്ട് വന്ന പെർഫ്യൂം ഓയിലുകൾ ജസ്റ്റ് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. അത്യാവശ്യം നമുക്ക് എൻക്വയറിയും അത് തന്നെയാണ്. കാരണം വില കൂടിയ പെർഫ്യൂമിന്റെ ഫ്രാഗ്രൻസ് ഓയിലുകൾ പരിചയപ്പെടുത്താൻ പിന്നെ ഗുണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ആ പെർഫ്യൂമിന്റെ സ്മെല്ലും അതിന്റെ ലാസ്റ്റിങ്ങും ഏകദേശം അതിന്റെ ഫ്രാഗ്രൻസ് നോട്ട്സ് ഒക്കെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ കയാലി പെർഫ്യൂം ഈ ജസ്റ്റ് അതിൽ പരിചയപ്പെടുത്തിയത്. കയാലി എന്നുള്ളത് നമുക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് ബ്രാൻഡ് പെർഫ്യൂം ആണെന്നുള്ളത്. ലാസ്റ്റിങ്ങിന്റെ കാര്യം ജസ്റ്റ് ഞാൻ നോക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായത് നമ്മുടെ നാട്ടിലത്തെ തണുപ്പ് ഒരു മിഡിൽ ക്ലാസ് തണുപ്പ് ക്ലൈമറ്റ് ആണെന്നുണ്ടെങ്കിൽ മീഡിയം തണുപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 4 to 5 മണിക്കൂറിന്റെ മുകളിലായിട്ട് നമുക്ക് ലാസ്റ്റിംഗ് ഉള്ള പോലെ ഇതിന് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളെ കയ്യിൽ അതിന്റെ ഓയിലിന്റെ കളർ കണ്ടോ, അങ്ങനത്തെ ഒരു ജ്യൂസിന്റെ ഓയിലിന്റെ കളർ വരുന്നത് ഇതാ ഇങ്ങനത്തെ ഒരു കളറാണ് ഏകദേശം ഒരു ഓയിൽ വരുന്നത്. അതിന്റെ ജ്യൂസ് ഒരു യെല്ലോ ഹൈവറി ടച്ച് ആണ്. അത്യാവശ്യം തിക്ക് ഉണ്ട്. ഓയിൽ ഒരുപാട് പേര് ചോദിച്ചിരുന്നത് എങ്ങനെയാണ് യൂസ് ചെയ്യുക, എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത്. ജസ്റ്റ് ഞാൻ ഇങ്ങനത്തെ ബോട്ടിലായതുകൊണ്ട് തന്നെയാണ് ഞാനിത് അങ്ങനെ എടുക്കുന്നത്. അധികം നമ്മളിവിടെ കൊടുക്കാറുള്ളത് 3 ml റോൾ ഓൺ ആക്കിയിട്ട് അങ്ങനെ റോൾ ചെയ്യുന്ന രീതിയിലാണ്. ജസ്റ്റ് ഈ ഭാഗത്ത് ചെവിന്റെ താഴെ ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ചില ആളുകൾക്ക് എന്തെങ്കിലും വിഷമം എന്തെങ്കിലുമൊക്കെ ഒരു ചൊറിച്ചിൽ പോലെ അലർജി എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ചേഞ്ച് ചെയ്യണമെന്ന് ക്ലോത്തിക്ക് മാറാം. അതല്ലെങ്കിൽ ജസ്റ്റ് ആക്കിയതിനു ശേഷം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ റബ്ബ് ചെയ്ത് അത്ര മതി. കൂടുതൽ ഇതിന് വേണ്ടിയത് തണുപ്പാണ്. തണുപ്പ് ക്ലൈമറ്റിലാണ് ഇത് നല്ലപോലെ അതിന്റെ സ്മെല്ല് കാര്യങ്ങളൊക്കെ പ്രൊജക്ട് ചെയ്തുകൊണ്ട് വെക്കുക. ഇതിന് ഹീറ്റ് ആയി കഴിഞ്ഞാൽ ചൂടാവുമ്പം ഉണ്ടാവും അതിന്റെ സ്മെല്ല് വല്ലാതെ പ്രൊജക്ട് ചെയ്യാതെ നിൽക്കും എന്നുള്ളതാണ്. പൊതുവെ നമ്മുടെ ഷോപ്പിലൊക്കെ കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അവർ നല്ലപോലെ ഇങ്ങനെ റബ്ബ് ചെയ്ത് ചൂടാക്കേണ്ടത് കാണാം. എന്തിനാന്നുള്ളത് എനിക്ക് തന്നെ അറിയാം. ഞാൻ പൊതുവെ പറയാറുണ്ട് നമ്മൾ അങ്ങനെ ചെയ്യരുത് എന്നുള്ളത്. അപ്പം ഈ കയാലിന്റെ നോട്ട്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പണിങ്ങിൽ കിട്ടുക നല്ലൊരു വൈറ്റ് ഫ്ലോറലും ചെറിയ ടബ്രോസും ഉണ്ട്. പിന്നെ എൻ്റെ മിഡിൽ ക്ലാസ്സിൽ എവിടേക്കോ നമുക്ക് ഒരു നല്ലൊരു വുഡി ഒരു വാനില സ്വീറ്റി ടച്ച് ഇങ്ങനെ മിഡിൽ ക്ലാസ്സിൽ വന്നും പോയി നിൽക്കുന്നുണ്ട്. പിന്നെ അതിന്റെ അവസാനമാണ് നല്ലൊരു ആംബർ നോട്ട്സും ഒരു സിനിമൺ ചെറിയ രൂപത്തിൽ ഒരു കറാമ്പട്ടൻ്റെ ഒക്കെ സ്മെല്ല് ഇങ്ങനെ അതിന്റെ ലാസ്റ്റ് ബേസ് നോട്ടിൽ വരുന്നുണ്ട്. അതാണ്. എന്നാലും ആദ്യം മുതലുള്ള ഈ ഒരു ഫ്ലോറൽ നോട്ട്സ് ആണ് ലേഡീസിന്റെ ഫ്രാഗ്രൻസിൽ അധിക ഒരുവിധം എല്ലാ പെർഫ്യൂമിലും നമ്മൾ കാണല് ഫ്ലോറൽ നോട്ട്സ് ആണ്. ആ ഫ്ലോറൽ നോട്ട്സ് നമുക്ക് ഇതിലും കിട്ടുന്ന പോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ 3 ml നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇതിന്റെ ലാസ്റ്റിങ് പ്രൊജക്ഷനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ ആവശ്യമായ കോൺടാക്ട് വീഡിയോക്ക് താഴെ നമ്പർ